മനുഷ്യ മാംസം കത്തുന്ന ഗന്ധം എപ്പോഴെങ്കിലും നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഒരു പക്ഷേ ഇല്ലായിരിക്കും. എന്നാൽ 1980കളുടെ അവസാനത്തിൽ മദ്രാസിലെ തിരുവിയാൻമിയൂർ എന്ന സ്ഥലത്തെ ചില അയൽവാസികൾക്ക് ആ ഗന്ധം സുപരിചിതമായിരുന്നു. അന്ന് അവർ ചോദിച്ചപ്പോൾ ആ വീടിന്റെ ഉടമസ്ഥൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അത് ആട്ടിറച്ചി പൊരിക്കുന്ന മണമാണെന്ന്. അവർ അത് വിശ്വസിച്ചു. പക്ഷേ ആ വീടിന്റെ അടച്ചിട്ട മുറിക്കുള്ളിൽ വെന്തുരുകുന്നത് ആടുകളായിരുന്നില്ല, മറിച്ച് പച്ച മനുഷ്യരായിരുന്നുവെന്ന് തിരിച്ചറിയാൻ വൈകിപ്പോയിരുന്നു. എംജിആറിന്റെ മരണശേഷം തമിഴ്നാട് രാഷ്ട്രീയം കലങ്ങി മറിഞ്ഞു നിൽക്കുന്ന സമയം. ഗവർണർ ഭരണത്തിന് കീഴിലായ മദ്രാസ് നഗരത്തിൽ ഭരണകൂടത്തെ പോലും വെല്ലുവിളിച്ച് ഒരു സമാന്തര സാമ്രാജ്യം കെട്ടിപ്പടുത്ത ഒരു ഓട്ടോ ഡ്രൈവർ, പോലീസുകാർ സല്യൂട്ട് ചെയ്തിരുന്ന ഗുണ്ട, ഒടുവിൽ 6 കൊലപാതകങ്ങൾ, ജയിൽ ചാട്ടം, തൂക്കുകയർ. തെന്നിന്ത്യൻ ക്രൈം ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ അധ്യായം. ഓട്ടോ ശങ്കർ എന്ന ഗൗരി ശങ്കറിന്റെ ചോരയിൽ കുതിർന്ന ജീവിതകഥയിലേക്ക് സ്വാഗതം. വെൽക്കം ബാക്ക് ടു ട്രീ ഷെയ്ഡ് സ്റ്റോറീസ്. നമുക്ക് 1988ലേക്ക് പോകാം. ഇന്നത്തെ ചെന്നൈ നഗരത്തിന്റെ തിളക്കമൊന്നും അന്ന് തിരുവാൻമിയൂരിന് ഉണ്ടായിരുന്നില്ല. മത്സ്യത്തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളുള്ള ഒരു കടലോര ഗ്രാമം. എംജിആറിന്റെ വിയോഗത്തിന് ശേഷം തമിഴ്നാട്ടിൽ ഗവർണർ ഭരണം നടക്കുന്നു. ഗവർണർ PC അലക്സാണ്ടറെ കാണാൻ തിരുവാൻമിയൂരിൽ നിന്ന് ഒരു കൂട്ടം ഗ്രാമീണർ എത്തി. അവരുടെ കണ്ണുകളിൽ ഭയവും കയ്യിലൊരു നിവേദനവും ഉണ്ടായിരുന്നു. അവരുടെ പരാതി വിചിത്രമായിരുന്നു. തങ്ങളുടെ പെൺമക്കളെ കാണാനില്ല. ഒരാളല്ല, രണ്ടാളല്ല, നിരവധി പെൺകുട്ടികളെ കാണാതായിട്ട് മാസങ്ങളായി. പോലീസ് സ്റ്റേഷനിൽ കയറിയിറങ്ങി ചെരുപ്പ് തേഞ്ഞതല്ലാതെ ഫലമുണ്ടായില്ല. പരാതിയുമായി ചെല്ലുന്നവരെ പോലീസുകാർ ആക്ഷേപിച്ചയക്കുന്നു. ഗ്രാമത്തിൽ പല കഥകളും പരന്നു. ചിലർ പറഞ്ഞു പ്രേതങ്ങളാണ് പെൺകുട്ടികളെ കൊണ്ടുപോകുന്നതെന്ന്. മറ്റു ചിലർ പറഞ്ഞു സ്വന്തം വീട്ടുകാർ തന്നെ ദാരിദ്ര്യം കാരണം പെൺകുട്ടികളെ വിറ്റതാണെന്ന്. ഗവർണർ PC അലക്സാണ്ടർ ഉടൻ തന്നെ DIG ജാഫർ അലിക്ക് അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഇൻസ്പെക്ടർമാരായ തങ്കമണി, രംഗനാഥൻ തുടങ്ങിയവരടങ്ങുന്ന ഒരു പ്രത്യേക സംഘം രൂപീകരിച്ചു. അന്വേഷണം തുടങ്ങി. പക്ഷേ പോലീസിന് പിടികൊടുക്കാത്ത വിധം നിഗൂഢമായിരുന്നു കാര്യങ്ങൾ. പെൺകുട്ടികളുമായി ബന്ധമുണ്ടായിരുന്നവരെയോ ഒടുവിൽ കണ്ടവരെയോ കുറിച്ച് ഒരു സൂചനയും ലഭിച്ചില്ല. മാസങ്ങൾ കടന്നുപോയി. 1988 ജൂണിൽ സമ്പത്ത് എന്നൊരു യുവാവിനെ കാണാനില്ലെന്ന് പറഞ്ഞ് ഭാര്യ പരാതി നൽകി. അതും ഫയലിൽ ഉറങ്ങിക്കിടന്നു. പക്ഷേ 1988 ഡിസംബറിൽ പോലീസിന് ലഭിച്ച ഒരു പരാതിയാണ് ഈ കേസിന്റെ ഗതി മാറ്റിയത്. ഒരു പെൺകുട്ടി ഓടിക്കിതച്ച് പോലീസ് സ്റ്റേഷനിലെത്തി. ഒരു വൈൻ ഷോപ്പിന് മുന്നിൽ വച്ച് ഒരു ഓട്ടോ ഡ്രൈവർ തന്നെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്നതായിരുന്നു പരാതി. പോലീസ് ഉണർന്നു. കാണാതായ പെൺകുട്ടികളുടെ കേസും ഇതും തമ്മിൽ ബന്ധമുണ്ടാകാമെന്ന് അവർ സംശയിച്ചു. 1970കളിൽ മദ്യനിരോധനം വന്നതോടെ തിരുവാൻമിയൂർ വ്യാജ വാറ്റിന്റെയും ചാരായക്കടത്തിന്റെയും കേന്ദ്രമായി മാറിയിരുന്നു. പോലീസ് വേഷം മാറി വൈൻ ഷോപ്പുകളിലും പരിസരങ്ങളിലും കറങ്ങാൻ തുടങ്ങി. മദ്യപാനികൾ എന്ന വ്യാജേനെ അവർ വിവരങ്ങൾ ചോർത്തി. ആഴ്ചകൾ നീണ്ട നിരീക്ഷണത്തിനൊടുവിൽ ആ പേര് ആദ്യമായി പോലീസുകാരുടെ കാതിലെത്തി. ഓട്ടോ ശങ്കർ. ആരായിരുന്നു ഓട്ടോ ശങ്കർ? യഥാർത്ഥ പേര് ഗൗരി ശങ്കർ. 1955 വെല്ലൂരിൽ ജനിച്ച ശങ്കർ അച്ഛനും അമ്മയും വേർപിരിഞ്ഞതോടെയാണ് മദ്രാസിലെത്തുന്നത്. പെയിന്റ് പണിക്കാരനായും റിക്ഷാ തൊഴിലാളിയായും ജീവിതം തുടങ്ങി. പിന്നീട് ഓട്ടോ ഓടിക്കാൻ തുടങ്ങി. മദ്യനിരോധനം വന്നതോടെ ഓട്ടോയിൽ ചാരായം കടത്തിയാൽ നല്ല ലാഭം കിട്ടുമെന്ന് ശങ്കർ മനസ്സിലാക്കി. അങ്ങനെ തിരുവാൻമിയൂരിൽ നിന്ന് നഗരത്തിലേക്ക് ചാരായം ഒഴുകി. പണം കുമിഞ്ഞുകൂടിയപ്പോൾ ശങ്കർ സ്വന്തമായി ഒരു ഗ്യാങ് ഉണ്ടാക്കി. ഇളയ സഹോദരൻ മോഹൻ, ബന്ധുക്കളായ എൽഡിൻ, ശിവജി, ജയവേലു തുടങ്ങിയവർ ആ സംഘത്തിലുണ്ടായിരുന്നു. പെട്ടെന്നാണ് ശങ്കർ മനസ്സിലാക്കിയത് ചാരായത്തേക്കാൾ ലാഭം പെൺവാണിഭത്തിനാണെന്ന്. തിരുവാൻമിയൂരിലെ പെരിയാർ നഗറിൽ അവൻ നിരവധി കുടിലുകൾ കെട്ടി. ലോഡ്ജുകൾ കേന്ദ്രീകരിച്ച് ബിസിനസ് തുടങ്ങി. രാഷ്ട്രീയക്കാർക്കും സിനിമാക്കാർക്കും എന്തിന് ഉന്നത പോലീസുകാർക്ക് വരെ ശങ്കർ പെണ്ണും മദ്യവും എത്തിച്ചു. 1980കളിൽ ശങ്കർ തിരുവാൻമിയൂരിന്റെ അപ്രഖ്യാപിത രാജാവായി മാറി. മുൻ DIGയുടെ കാറിലായിരുന്നു ശങ്കറിന്റെ യാത്രകളും മദ്യക്കടത്തും.
ശങ്കറിന്റെ കാർ പോകുമ്പോൾ പോലീസുകാർ പോലും സല്യൂട്ട് ചെയ്തിരുന്ന കാലം. അതുകൊണ്ട് തന്നെ ശങ്കറിനെ തൊടാൻ പോലീസിനും പേടിയായിരുന്നു. ശങ്കറിനെ കുറിച്ച് വിവരം കിട്ടിയപ്പോൾ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന ആരി എന്ന പോലീസുകാരൻ മുന്നറിയിപ്പ് നൽകി. ശങ്കറിന്റെ സ്ഥലത്തു പോയി ശങ്കറിനെ പിടിക്കാൻ കഴിയില്ല. അവിടെയുള്ള എല്ലാവരും ശങ്കറിന്റെ ആളുകളാണ്. അത് സത്യമായിരുന്നു. കടലോര ഗ്രാമത്തിൽ ശങ്കറിന് കണ്ണും കാതും കൂർപ്പിച്ചു നിൽക്കുന്ന ചാരന്മാരുണ്ടായിരുന്നു. പോലീസ് തന്ത്രം മാറ്റി. അവർ മദ്യപാനികളായി. പെൺകുട്ടികളെ ആവശ്യമുണ്ടെന്ന വ്യാജേനെ ശങ്കറിന്റെ താവളങ്ങൾക്ക് ചുറ്റും കറങ്ങി. ഒടുവിൽ ആ ദിവസം വന്നെത്തി. ശങ്കറിന്റെ അടുത്ത സുഹൃത്ത് മദ്യലഹരിയിൽ ഒരു രഹസ്യ പോലീസുകാരന്റെ വലയിലായി. പെൺകുട്ടിയെ വേണമെന്ന ആവശ്യവുമായി പോലീസ് അവനൊപ്പം കൂടി. അവൻ അവരെ ഒരു രഹസ്യ താവളത്തിലേക്ക് കൊണ്ടുപോയി. തിരിച്ചെത്തിയ പോലീസ് ഉദ്യോഗസ്ഥൻ മേലുദ്യോഗസ്ഥനോട് പറഞ്ഞു, സർ, അവിടെ എന്തോ ചീഞ്ഞു നാറുന്നുണ്ട്. വല്ലാത്തൊരു ദുരൂഹത ആ സ്ഥലത്തുണ്ട്. പിറ്റേന്ന് തന്നെ ശങ്കറിന്റെ സുഹൃത്തിനെ പോലീസ് പൊക്കി. ചോദ്യം ചെയ്യലിൽ അയാളെല്ലാം തുറന്നു പറഞ്ഞു. പിന്നാലെ ഒരു സിനിമ സ്റ്റൈൽ ഓപ്പറേഷനിലൂടെ ഓട്ടോ ശങ്കറും സംഘവും പോലീസിന്റെ പിടിയിലായി. സ്റ്റേഷനിലെത്തിച്ച ശങ്കർ അധിക നേരം പിടിച്ചു നിന്നില്ല. താൻ ചെയ്ത ക്രൂരതകൾ ഓരോന്നായി അയാൾ എണ്ണിപ്പറഞ്ഞു. കേട്ട പോലീസുകാർ പോലും വിറച്ചുപോയ കുറ്റസമ്മതം. വയലന്റ് സിനിമകളോടും സെക്സ് സിനിമകളോടും ശങ്കറിന് വല്ലാത്ത ഭ്രമമായിരുന്നു. ആ സിനിമകളിൽ കണ്ട രീതികളാണ് അയാൾ കൊലപാതകത്തിന് ഉപയോഗിച്ചത്. ലതിക എന്ന പെൺകുട്ടിയായിരുന്നു ആദ്യത്തെ ഇര. ശങ്കറിന്റെ സംഘത്തിലുണ്ടായിരുന്ന ലതിക ചുടലമുത്തു എന്നയാളുമായി പ്രണയത്തിലായി ഒളിച്ചോടി. ഇത് ശങ്കറിനെ പ്രകോപിപ്പിച്ചു. അവരെ തന്ത്രപൂർവം വിളിച്ചു വരുത്തി ലതികയെ ശങ്കർ കൊലപ്പെടുത്തി. പക്ഷേ ഏറ്റവും ക്രൂരമായ മരണം കാത്തിരുന്നത് ലളിത എന്ന പെൺകുട്ടിയെയും ചുടലമുത്തുവിനെയുമാണ്. ശങ്കർ ആദ്യം വിവാഹം കഴിച്ചത് ജഗദീശ്വരിയെയാണ്, പിന്നീട് ഗീതയെ. ഇതിനിടയിലാണ് ലളിതയുമായി അടുക്കുന്നത്. എന്നാൽ ലളിതയും ശങ്കറിന്റെ വലം കൈയായിരുന്ന ചുടലമുത്തുവും ചേർന്ന് സ്വന്തമായി പെൺവാണിഭം തുടങ്ങി. ഇത് തന്റെ സാമ്രാജ്യത്തിന് ഭീഷണിയാകുമെന്ന് കണ്ട ശങ്കർ ആദ്യം ലളിതയെ കൊന്നു. ദിവസങ്ങൾക്കു ശേഷം ഒന്നും അറിയാത്ത ചുടലമുത്തുവിനെ ശങ്കർ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചു. ലളിത എവിടെയെന്ന് ചോദിച്ചപ്പോൾ അവൾ ഒരു VIP-യുടെ കൂടെ ഇന്ത്യ മുഴുവൻ കറങ്ങാൻ പോയി എന്നായിരുന്നു ശങ്കറിന്റെ മറുപടി. വിശ്വസിച്ച ചുടലമുത്തു ശങ്കർ വയറു നിറയെ ഭക്ഷണം നൽകി. ബോധം മറിഞ്ഞ ചുടലമുത്തുവിന്റെ ശരീരത്തിൽ ശങ്കർ പെട്രോൾ ഒഴിച്ചു. എന്നിട്ട് തീ കൊളുത്തി. ഒരു മനുഷ്യൻ വെന്തുരുകുന്നത് ശങ്കർ കണ്ടുനിന്നു. മൃതദേഹം പൂർണ്ണമായും കത്തിയമർന്ന ശേഷം അവശിഷ്ടങ്ങൾ കടലിൽ ഒഴുക്കി. മുറിയിലെ ചുവരുകളിൽ പറ്റിപ്പിടിച്ച കരിയും കൊഴുപ്പും മാറ്റാൻ ശങ്കർ ആ മുറി പെയിന്റ് ചെയ്തു. തറ സിമന്റ് ഇട്ടു മൂടി. അന്ന് ആ വീടിന് ചുറ്റും പരന്ന മാംസം കത്തുന്ന ഗന്ധം എന്താണെന്ന് ചോദിച്ചവരോടാണ് ആടിനെ പൊരിച്ചതാണെന്ന് ശങ്കർ ചിരിച്ചുകൊണ്ട് പറഞ്ഞത്. ഇതുകൊണ്ടും തീർന്നില്ല. ചുടലമുത്തുവിനെ കാണാതായപ്പോൾ അവന്റെ സുഹൃത്ത് രവി അന്വേഷിച്ചു വന്നു. ചോദ്യം ചെയ്ത രവിയെ ശങ്കർ കൊന്ന് വീടിനു പിന്നിൽ കുഴിച്ചിട്ടു. എന്നിട്ട് രവിയുടെ കൈപ്പടയിൽ ഒരു കത്തെഴുതി രവിയുടെ ഭാര്യയ്ക്ക് അയച്ചു. താൻ ജോലി തേടി ബോംബെയിൽ പോവുകയാണെന്നായിരുന്നു കത്തിൽ. പാവം ആ ഭാര്യ അത് വിശ്വസിച്ചു. എന്നാൽ ശങ്കറിന്റെ ക്രൂരതയുടെ അവസാനമായിരുന്നില്ല അത്. ശങ്കറിന്റെ സാമ്രാജ്യം വളർന്നതോടെ അതിൽ വിള്ളലുകളും വീണു തുടങ്ങി. മോഹൻ, സമ്പത്ത്, ഗോവിന്ദ് രാജ് എന്നീ 3 യുവാക്കൾ ശങ്കറിന്റെ ഹിറ്റ് ലിസ്റ്റിൽ വന്നത് അങ്ങനെയാണ്. പെൺവാണിഭ കേന്ദ്രത്തിലുണ്ടായ തർക്കങ്ങളും തന്റെ ബിസിനസ് തകർക്കാൻ ഇവർ ശ്രമിക്കുന്നു എന്ന സംശയവുമാണ് ശങ്കറിനെ പ്രകോപിപ്പിച്ചത്. നേരിട്ട് പോയി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നില്ല ശങ്കറിന്റെ രീതി. അത് പോലീസിനെ വിളിച്ചു വരുത്തും. പകരം വളരെ തന്ത്രപൂർവം ബിസിനസ് കാര്യങ്ങൾ സംസാരിക്കാനെന്നും പറഞ്ഞ് പ്രശ്നം ഒത്തുതീർപ്പാക്കാമെന്നും വിശ്വസിപ്പിച്ച് ഇവരെ ഓരോരുത്തരെയായി ശങ്കർ തന്റെ പെരിയാർ നഗറിലെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. വിശ്വസിച്ച് കൂടെ വന്നവരെ കാത്തിരുന്നത് മരണമായിരുന്നു. വീടിനുള്ളിൽ വച്ച് ശങ്കറും കൂട്ടാളികളും ചേർന്ന് ഇവരെ വളഞ്ഞു. രക്ഷപ്പെടാൻ പഴുതില്ലാതെ ആ മുറിയിൽ വച്ച് അതിക്രൂരമായി മർദ്ദനമാണ് ഇവർക്ക് ഏൽക്കേണ്ടി വന്നത്. ഒടുവിൽ ജീവൻ പോകുന്നതുവരെ അവരെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തി. കൊലപാതകത്തിന് ശേഷം മൃതദേഹം എന്ത് ചെയ്തു എന്നതാണ് ഏറ്റവും ഭീകരം. പുറത്തു കൊണ്ടുപോയി കളഞ്ഞില്ല. പകരം ആ വീടിന്റെ തന്നെ തറ കുഴിച്ച് 3 പേരെയും അതിനുള്ളിലിട്ടു. ശേഷം കോൺക്രീറ്റ് ഇട്ട് ആ കുഴി മൂടി. തറ പ്ലാസ്റ്റർ ചെയ്തു. ആരും സംശയിക്കാതിരിക്കാൻ അതിനു മുകളിൽ ഫർണിച്ചറുകൾ ഇട്ടു.
ആ വീടിനുള്ളിൽ ആ തറയ്ക്കു മുകളിലാണ് ശങ്കറും കൂട്ടാളികളും പിന്നീട് മാസങ്ങളോളം ഉണ്ടും ഉറങ്ങിയും ജീവിച്ചത്. ശങ്കറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ആ തറകൾ കുത്തിപ്പൊളിച്ചു. അഴുകിയ 5 മൃതദേഹങ്ങൾ പലപ്പോഴായി കണ്ടെടുത്തു. തമിഴ്നാട് ഞെട്ടിത്തരിച്ചു. ശങ്കറിന്റെ ഡയറികൾ പുറത്തു വന്നതോടെ പല ഉന്നതരുടെയും ഉറക്കം പോയി. ശങ്കറിനെ സഹായിച്ച പോലീസുകാർ സസ്പെൻഷനിലായി. നക്കീരൻ വാരികയിൽ ശങ്കറിന്റെ ആത്മകഥ വന്നത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തിരിയിട്ടു. ശങ്കറിനെ ചെന്നൈ സെൻട്രൽ ജയിലിൽ അടച്ചു. അവിടെയും അയാൾ രാജാവായിരുന്നു. ജയിൽ ഉദ്യോഗസ്ഥർ അയാൾക്ക് സേവകരായി നിന്നു. 1992 അധികൃതരെ ഞെട്ടിച്ച് 4 കൂട്ടാളികൾക്കൊപ്പം ശങ്കർ ജയിൽ ചാടി. മദ്രാസ് സെൻട്രൽ ജയിലിന്റെ ചരിത്രത്തിൽ ആദ്യത്തെ സംഭവം. പക്ഷേ ആ ഓട്ടം അധികനാൾ നീണ്ടില്ല. ഒഡീഷയിൽ വച്ച് പോലീസ് അവനെ പിടികൂടി. നിയമം അതിന്റെ വഴിക്ക് നടന്നു. കരുണഹർജികളെല്ലാം തള്ളി. ഒടുവിൽ 1995 ഏപ്രിൽ 27 സേലം സെൻട്രൽ ജയിലിൽ വച്ച് നാടിനെ വിറപ്പിച്ച ഓട്ടോ ശങ്കർ എന്ന ഗൗരി ശങ്കറിനെ തൂക്കിലേറ്റി. പാവപ്പെട്ടവരെ സഹായിക്കുന്ന ഒരു റോബിൻഹുഡ് പരിവേഷം ശങ്കർ ചിലപ്പോഴൊക്കെ എടുത്തണിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ തിരുവാൻമയൂരിലെ ചിലർക്കെങ്കിലും അയാൾ ദൈവമായിരുന്നു. പക്ഷേ ആ വീടിന്റെ ചുവരുകൾക്കുള്ളിൽ അവസാനിച്ച നിസ്സഹാരായ മനുഷ്യരുടെ നിലവിളികൾ ഇന്നും ആ കടലോര കാറ്റിലുണ്ട്. അധികാരം, പണം, മദ്യം, ഇത് മൂന്നും ചേർന്നപ്പോൾ ഒരു മനുഷ്യൻ എങ്ങനെ മൃഗമായി മാറി എന്നതിന്റെ നേർസാക്ഷ്യമാണ് ഓട്ടോ ശങ്കർ. ഈ ക്രൂരതകളെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? 80കളിലെ മദ്രാസിന്റെ ഈ ഇരുണ്ട മുഖം നിങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സ്റ്റേ ട്യൂൺ വിത്ത് us.